തോന്നും, പക്ഷെ അത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലാണ്. വളരെ മനോഹരമായിട്ട് ചെടികളും പച്ചപ്പുമുള്ള ഇടമായി അറബ് രാജ്യങ്ങൾ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. മഴ കിട്ടാത്ത അറബ് ലോകത്ത് എങ്ങനെയാണ് പച്ചപ്പുണ്ടാകുന്നത്? ആ പച്ചപ്പുണ്ടാവാൻ അവിടെ വെള്ളം വേണം. വെള്ളം ഇറിഗേഷൻ വേണമെങ്കിൽ സമൃദ്ധമായ വെള്ളം വേണം. കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കാനോ കൃഷിക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമല്ല ഗൾഫ് രാജ്യങ്ങളിൽ. പിന്നെ എന്താ വെള്ളത്തിന് ചെയ്യുന്നത്? ഡിസാലിനേഷൻ പ്ലാന്റുകൾ. കടലിൽ നിന്ന് ഉപ്പുജലം പ്ലാന്റുകളിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് 1000 തവണ ഫിൽറ്റർ ചെയ്തിട്ട് ഉപ്പുരസം അതിന്ന് കളഞ്ഞിട്ട് നേർത്ത വെള്ളമായി, വളരെ മനോഹരമായ കുടിക്കാൻ രുചിയുള്ള വെള്ളമായി ഇന്ന് മാറ്റുന്നത് കടലിൽ നിന്ന് ഉപ്പുജലം എടുത്ത് ശുദ്ധിയാക്കിയിട്ടാണ്. പ്ലാന്റുകളിലേക്ക് പെട്രോൾ വേണം, ഡീസൽ വേണം. ഈ ഡീസൽ ഉണ്ടെങ്കിലേ ജനറേറ്റർ വർക്ക് ചെയ്യൂ, അപ്പോഴേ കടൽ വെള്ളം ശുദ്ധിയാക്കാൻ കഴിയൂ. എങ്കിൽ ഈ ഡീസൽ എവിടെ നിന്ന് കിട്ടണം? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വേണം. ആയിരക്കണക്കിന് മീറ്ററുകൾ താഴെ നിന്നാണ് അതിനെ ഗ്രൗണ്ടിൽ മൈൻ ചെയ്ത് കുഴിച്ച് ഫിൽറ്റർ ചെയ്ത് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം നമ്മുടെ വാഹനങ്ങളിലും ഫാക്ടറികളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്യൂലുകളായി പെട്രോളും ഡീസലും ഒക്കെ മനുഷ്യൻ കുഴിച്ചെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായി കിട്ടിയതുകൊണ്ടല്ലേ? നമ്മൾ ആലോചിക്കുക, അവിടെ എങ്ങാനും പെട്രോളും ഡീസലും കണ്ടെത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, സങ്കല്പിക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളും ഡീസലും ഇല്ലായിരുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ ചെന്ന്